നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ വടകരയിലെ വേറൊരു തരത്തിലുള്ള ചിത്രത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. UDF പോലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലാണ് അവിടെ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിൽ എത്തിച്ച കെ മുരളീധരൻ പി ജയരാജനെ വീഴ്ത്തിയതോടുകൂടി വടകരയിൽ ഒരു പൊളിറ്റിക്കലായിട്ട് ഒന്ന് സെറ്റിൽഡായി വന്നതാണ്. പലപ്പോഴും മുരളീധരൻ കോൺഗ്രസിൽ ഒരു രക്ഷകനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2021 നിയമം BJPയിൽ നിന്ന് പോകാൻ ഇടയാക്കി കൊടുത്തത് തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ചത്, അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മുരളീധരന് തന്നെയാണ്. അപ്പോൾ പലയിടങ്ങളിലും ഒരു രക്ഷകനായിട്ടാണ് മുരളീധരൻ എത്തുന്നത്. ആ മുരളീധരനെ ഒന്ന് പൊളിറ്റിക്കലായിട്ട് സെറ്റിൽഡായി വരുമ്പോഴാണ് വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് എടുക്കുന്നത്. ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ മാറ്റിയതിന് പിന്നിലുള്ള കാരണം സഹോദരി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതിന് പകരം വീട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. പലതരത്തിലും അവിടെ നേരത്തെ തന്നെ കളം ഒരുങ്ങിക്കഴിഞ്ഞതാണ്. സുരേഷ് ഗോപി 2019 എടുക്കാൻ നോക്കിയതാ, എടുത്തില്ല. 2024 എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അധ്വാനം തുടങ്ങി. അതിനോടൊപ്പം തന്നെ സിറ്റിംഗ് MP ആയ TN പ്രതാപനും കഠിനാധ്വാനത്തിലായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെടലിലൂടെ എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കാനായിട്ട് റെഡിയായി. പക്ഷേ TN പ്രതാപൻ ഏതാണ്ട് 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചു വെച്ചു. അതിപ്പോൾ എല്ലാം ഒരു പ്രയോജനവുമില്ലാതെ മാറുകയാണ്, പാഴായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തിന് TN പ്രതാപൻ നരേന്ദ്രമോദിയെ വരെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ്, തൃശ്ശൂരിൽ വന്ന് മത്സരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം പലവട്ടം നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്നു, അതിനു മുമ്പേ അമിത്ഷാ എത്തുന്നു. ഇതൊക്കെ കോൺഗ്രസിനെ ആകെ കൂടെ ഹാലിളകിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് TN പ്രതാപൻ വെല്ലുവിളിച്ചത്, ഞാൻ തൃശ്ശൂര് എൻ്റെ കയ്യിൽ തന്നെയാണ്, ആരും എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവിടേക്കാണ് ഇപ്പോൾ മുരളീധരനെ എത്തുന്നത്. അപ്പോൾ വേറൊരു തരത്തിലാണ് അവിടെ മത്സരം നടക്കാൻ പോകുന്നത്. കെ മുരളീധരനും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ VS സുനിൽകുമാറുമാണ്. ഇതില് സുനിൽകുമാറിന്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ കെ മുരളീധരന് ഇപ്പോൾ ഈ വടക്കും തെക്കും അങ്ങിട്ട് ഓടിക്കുകയാണ്. അങ്ങനെ വടക്കും തെക്കും ഒക്കെ അയച്ച് ജയിക്കാൻ കഴിയുന്ന ഒരാളാണ് മുരളീധരൻ എന്ന് കോൺഗ്രസിന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് അയക്കുമ്പോൾ വടകരയിൽ എത്തുമ്പോൾ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ആവേശഭരിതരായിട്ടാണ് അണികൾ അദ്ദേഹത്തെ എതിരേറ്റത്. നേതാക്കന്മാരും അണികളും എല്ലാവരും കൂടി അദ്ദേഹത്തെ തോളിലേറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആദ്യം അദ്ദേഹം അടിച്ചു നിന്ന ഇടമാണ്. കാരണം വടകര എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ തട്ടകമാണ്. പി ജയരാജനെ പോലുള്ള ഒരു അജയ്യനായിട്ടുള്ള, കമ്മ്യൂണിസത്തിന്റെ അകത്ത് നിൽക്കുന്ന അജയ്യനായിട്ടുള്ള ഒരാളെ തറ പറ്റിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മുരളീധരൻ അവിടെ എത്തി ജയരാജനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ കൈകളിലായി എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അത് കഴിഞ്ഞപ്പോഴാണ് മുരളീധരനെ 2021 നിയമത്തേക്ക് കൊണ്ടുവന്നത്. നേമത്ത് മത്സരിപ്പിക്കാൻ ഇറക്കി. എന്തിന്? BJPയുടെ സീറ്റ് നഷ്ടപ്പെടുത്തണം. അങ്ങനെ തെക്കും വടക്കും വിട്ട് ഓടിക്കുകയാണ് കെ മുരളീധരനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇക്കുറി ഈ തെക്കും വടക്കും വിട്ട് ഓടിക്കുന്നതിൽ, തൃശ്ശൂര് കൊണ്ട് എത്തിച്ചിരിക്കുന്നതിൽ എന്തിന്റെ കാരണത്താലാണ്? തൃശ്ശൂരിൽ അങ്ങനെ മറ്റ് വിചാരിക്കുന്ന തരത്തിലൊന്നും സുരേഷ് ഗോപിക്ക് കയറി വരാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് ഇവർക്കുള്ളത്. കാരണം BJP ഇവിടെ കേന്ദ്ര നേതൃത്വ അതിശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മുന്നേ തന്നെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അവിടെ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി ഇതിപ്പോൾ ആരെടുത്തുകൊണ്ട് പോകും എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ തന്നെ CPI വളരെ തന്ത്രപൂർവ്വം നിൽക്കുന്ന ഇടമാണ്. CPIക്ക് 4 മണ്ഡലങ്ങൾ ഉള്ളതിൽ 3 സ്റ്റാർ മണ്ഡലമാണ്. അതിൽ അതിപ്രധാനമായിട്ട് നിൽക്കുന്നതാണ് തൃശ്ശൂർ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളതാണ് VS സുനിൽകുമാറിനെ ഇറക്കിയിരിക്കുന്നത്. കാരണം 2016 ഒന്നാം പിണറായി സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി, ജനകീയൻ, കർഷകൻ, ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന നേതാവ് എന്നുള്ള ഒരു പേരും പെരുമയും ഒക്കെ സുനിൽകുമാറിനുണ്ട്. അതുകൊണ്ട് സുനിൽകുമാറിനെ വീഴ്ത്താനായിട്ട് K മുരളീധരന് സാധിക്കുമോ? അതല്ലെങ്കിൽ സുരേഷ് ഗോപിയോടെ പകരം വീട്ടണം, അതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയതിന് പകരം വീട്ടുക, അതിനുവേണ്ടി തന്നെയാണ് സഹോദരനായ മുരളീധരനെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഷാഫി പറമ്പിലിനെ വടകരയിൽ ഇറക്കിയിരിക്കുന്നു. ഷാഫി പറമ്പിലിന് ഒരു സെക്യുലർ ഇമേജ് ഉണ്ട്, സമ്മതിക്കാം. പക്ഷേ മുരളീധരൻ ഉണ്ടാക്കിയെടുത്ത അവിടെ അടിത്തട്ടിൽ മുതൽ അങ്ങോട്ട് മുരളീധരൻ ഒരു ഉറപ്പുണ്ടാക്കിയെടുത്തിടമാണ്. അങ്ങനെ ഉറപ്പുണ്ടാക്കി ഇടത്താണ് ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലർക്കും പാർട്ടിയിലൊക്കെ തന്നെ UDFിലൊക്കെ തന്നെ ഒരു അതൃപ്തിയും ഒരു ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണത്. അത് എത്രത്തോളം വിജയമാകും എന്നുള്ളതിലാണ് സംശയം. കാരണം വടകരയിൽ മത്സരിക്കുന്നത് ശൈലജ ടീച്ചറാണ്. ശൈലജയ്ക്ക് 2016 കിട്ടിയിരിക്കുന്ന ഒരു ജനകീയത ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വടകരയിൽ നിന്ന് നിർത്തി എങ്ങനെയെങ്കിലും ജയിപ്പിക്കണമെന്ന് CPMനും പ്രത്യേകിച്ച് പിണറായി വിജയൻ ആഗ്രഹമുണ്ട്. കാരണം ശൈലജ ടീച്ചറെ നേരെ പാർലമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 2026 ഇവിടെ കാര്യങ്ങൾ ഒന്നുകൂടെ സുതാര്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂരും വടകരയും വളരെയധികം പ്രാധാന്യം നേടുകയാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ.